നിങ്ങൾ ഈ വല്ലാണ്ട് ഇസ്ലാമോഫോബിയ കൂടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങളിപ്പോൾ ഈ മുസ്ലിങ്ങൾ മൊത്തം നുണ പറയുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കുറച്ച് അല്ലേ, എന്താ അങ്ങനെ ഒരു വർത്താനം, എന്താ അങ്ങനെ ഒരു ടോക്ക് എന്ന് പറയില്ല. അത് ഇവർക്ക് അവസരമുണ്ട് ഞങ്ങൾ നുണ പറയില്ല എന്ന് തെളിയിക്കാൻ. ഞാൻ പറയാം, എൻ്റെ പൊസിഷൻ എന്താ വെച്ചാൽ, നുണ പറയാതെ ഒരാൾക്ക് മുസ്ലിം ആവാൻ സാധ്യമല്ല എന്നാണ്. അത് ബൈ ഡിസൈൻ അങ്ങനെയാണ്, ബൈ ഡിഫോൾട്ട് അങ്ങനെയാണ്. ഇസ്ലാം കാര്യത്തിൽ ഒന്നാമത്തെ തന്നെ എന്താണ്? ഷഹാദത്ത്. ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നാണ്, അല്ലേ? അപ്പം ഒരാൾ സാക്ഷ്യം വഹിക്കൽ അയാൾ നേരിട്ട് കണ്ടതോ അനുഭവിച്ചതോ അറിഞ്ഞതോ ആയിട്ടുള്ള കാര്യത്തിനല്ലേ? അതിനാണ് സാക്ഷികൾ എന്ന് പറയാൻ അല്ലേ? ഈ 5ാം ക്ലാസ്സിൽ, അല്ല സോറി, 5ാം വയസ്സിൽ 1ാം ക്ലാസ്സിൽ, അല്ലെങ്കിൽ 4ാം വയസ്സിൽ 1ാം ക്ലാസ്സിൽ ചേർന്ന കുട്ടി ഈ കുട്ടി എവിടുന്നാ മുഹമ്മദ് പ്രവാചകനാന്നുള്ളത് കണ്ടത്, അറിഞ്ഞത്, അല്ലെങ്കിൽ അനുഭവിച്ചത്, അല്ലെങ്കിൽ മനസ്സിലാക്കിയത്? അയാൾ എങ്ങനെയാണ് അതിന് സാക്ഷി പറയുക? സാക്ഷി പറയണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ആ സ്ഥലത്ത് അയാൾ വേണം, അതല്ലെങ്കിൽ മറ്റു രൂപത്തിൽ അയാൾക്കത് സ്ഥിരപ്പെടാനുള്ള എന്തെങ്കിലും ഒരു മാർഗം വേണം. എന്നാൽ മാത്രമാണ് സാക്ഷി പറയാൻ പറ്റുക. എന്നാലും കണ്ടതിനെ കണ്ടു എന്ന് സാക്ഷി പറയാൻ പറ്റുള്ളൂ, കേട്ടതിനെ കേട്ടു എന്ന് സാക്ഷി പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അനുഭവിച്ചതിനെ അനുഭവിച്ചു എന്നുള്ളത് സാക്ഷി പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ മുഹമ്മദ് തന്നെ ഹജ്ജത്തുൽ വദാഇൻ്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഫല്യുബല്ലിഗു ഷാഹിദു മിൻകുമുൽ ഗായിബ് എന്ന് വെച്ചാൽ നിങ്ങളിൽ നിന്ന് സാക്ഷി ആയവൻ ഇല്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കണം എന്നാണ് ആ പറഞ്ഞത്. അപ്പോൾ അതന്നല്ലേ സാക്ഷി എന്നുള്ളതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ചെറുപ്പം മുതലേ കള്ളത്തരം, മദ്രസ ലെവലിൽ തന്നെ കള്ളത്തരം പറഞ്ഞ് പഠിപ്പിച്ച് ശീലിച്ചിട്ടാണ് ഓരോ കുട്ടിനെ മുസ്ലിം ആക്കിയിട്ട് ഇങ്ങോട്ട് പുറത്ത് വിടുന്നത്. അതല്ല നോല് തെളിയിക്കട്ടെ, ആ കുട്ടി സത്യമാണ് പറയണത്, ആ കുട്ടി അറിഞ്ഞ കാര്യമാണ് പറയണത്, അല്ലെങ്കിൽ ആ കുട്ടി കൃത്യമായിട്ടും മനസ്സിലാക്കിയ കാര്യമാണെന്ന് പറയണമെന്ന് അവർ പറയട്ടെ. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് എടുക്കണം. അത് എടുത്തിട്ടില്ലെങ്കിൽ ഇവർക്കത് സാധിക്കില്ല. അത് എന്താ പറയുക, ഒരു വട്ടത്തിലുള്ള ത്രികോണം എന്ന് പറഞ്ഞാൽ നമ്മളെ മറ്റേ പണ്ടത്തെ ബാറ്ററി തീർന്ന ചങ്ങാതി പറഞ്ഞില്ലേ, അതേപോലെ ഉണ്ടാവും. അത് പോസിബിൾ അല്ല നുണ പറയാത്തൊരു മുസ്ലിം എന്നുള്ളത്. പിന്നെ അത് മാത്രമല്ല, ഈ നുണ പറയണ വിഷയത്തിൽ ഭയങ്കര സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ട്രെയിനിങ്ങും ഇവർക്ക് കിട്ടുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ചുമ്മാ തള്ളല്ലേ? ഞാൻ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞാൽ ചുമ്മാ തള്ളാൻ ഞാൻ മുസ്ലിം അല്ല, നിങ്ങൾ മനസ്സിലാക്കണം. കാര്യം ഇവരുടെ തന്നെ വേറെ നേതാവ് ഫൈസൽ എന്ന് പറഞ്ഞൊരു ചങ്ങാതിയുണ്ട്, ഫൈസൽ ഹസനി രണ്ടത്താനി എന്ന് പറഞ്ഞ. ഇവർ ഈ യുക്തിവാദികളെ നേരിടാൻ വേണ്ടി കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഈസി ടോക്ക് എന്ന് പറഞ്ഞിട്ട്. മുടി ടീം തന്നെ. മുടി ടീം തന്നെ. ഇയാള് മുടി ടീമാണല്ലോ അല്ലേ? പക്ഷെ ഇയാള് മുടി പബ്ലിക്കിൽ ഇറക്കുകയല്ല. ഇനി അടി കൂടെ മുടി ഉണ്ടോന്ന് അറിയില്ല, പബ്ലിക്കിൽ ഇറക്കുകയല്ല. പബ്ലിക്കിൽ നേരിട്ട് മുടി ഇറക്കാത്ത ഒരാളാണ്. അതെ. അപ്പൊ അങ്ങനത്തെ ഒരാളാ. അപ്പം അതിനകത്തൊരു കുട്ടി വന്നിട്ട് ചോദിക്കുകയാണ്, എന്ന് വെച്ചാൽ ഈ കാഫിര്യങ്ങളുടെ ആഹാരം, അവരുടെ ആഹാരവും ആഹാരപാത്രവും ഒക്കെ കറാത്താന്ന് ദർസിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിനെ പറ്റി പറഞ്ഞിട്ടൊരു കുട്ടി ചോദിക്കുകയാണ്, ഇതിനൊന്നും മതേതരമായി അവതരിപ്പിച്ചു തരുമോ? ഇതിനൊക്കെ എങ്ങനെ നമ്മൾ മതേതര സമൂഹത്തിന് മുന്നേ? ഞാൻ പറഞ്ഞില്ലേ, അതായത് അകത്തൊന്നും പുറത്തൊന്നും, ഇതൊരു ഒരു രീതിയാണ് ഇവരുടെ. എന്ന് വെച്ചാൽ പുറത്തുള്ള ആളുകളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുമ്പോൾ വേറെ മധുരമുള്ളൊരു ഇസ്ലാം പ്രസന്റ് ചെയ്യും, എന്നാൽ അകത്തൊരു ഒറിജിനൽ കാളകേ ഇസ്ലാം അവിടെ കിടക്കണുണ്ടാകും. അപ്പൊ ഈ അകത്ത് പറഞ്ഞ സാധനമാണ് കാഫറുകളുടെ ഇത് ആഹാരവും ആഹാരപാത്രങ്ങളും ഒക്കെ റാഹത്താണ്, അത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പൊ അതിനെ മൂല്യാര് മതേതരമായിട്ടൊന്ന് പ്രസന്റ് ചെയ്ത് കൊടുക്കണത് എങ്ങനെ വേണമെന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കണത് നിങ്ങളൊന്ന് കേട്ടാളേ. അള്ളാഹു ഹറാമാക്കിയിട്ടില്ല എന്നർത്ഥം. കണ്ടോ? അതായത് അള്ളാഹു കറാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഹറാമാക്കിയിട്ടില്ല എന്നും കൂടി ഒരു അർത്ഥം ഉണ്ട് എന്നിട്ട് പറയണോ പേര്. എന്നിട്ട് അടുത്തതാണ് നല്ല വിറ്റ്. കാരണം അവരുടെ പാത്രങ്ങൾ എന്ന് പറഞ്ഞാല് പിന്നെ അവർക്ക് നജസ് ഹറാമല്ല, പിന്നെ എന്താ പറയാ, നായ ഹറാമല്ല, പന്നി ഹറാമല്ല, അതേപോലെ തന്നെ ചാണകം ഹറാം, സോറി, ഒന്നും നജസല്ല, ഒന്നും നജസല്ലല്ലോ. ഇങ്ങനെയുണ്ട് നുണ ഉണ്ടാക്കി പറയണതിന്റെ ഇടയിലേ അങ്ങോട്ട് എന്താണ് ഇങ്ങോട്ട് വരുന്നില്ല, ബാക്കി കേൾക്കാം നമുക്ക്. അപ്പോ അത് സ്വാഭാവികമായിട്ടും അതിന് നജസ് ഉണ്ടാകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അതെ, അതായത് മുസ്ലിങ്ങളല്ലാത്ത ആൾക്കാർ വെക്കണ സാധനങ്ങളിലൊക്കെ നജസ് ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതെ, അതിന്റെ ആ ലെവലിന്റെ വേറെ രൂപം. അതായത് ഓല് ഉണ്ടാക്കുന്ന ഫുഡിലൊക്കെ നജസ് ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഈ സംഖ്യകൾ പറയണ്ടല്ലോ, മുസ്ലിങ്ങൾ ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ അവിടെ തുപ്പിയിട്ട് ഭക്ഷണം തരാനുള്ള സാധ്യത കൂടുതലാണ്. ഏതാണ്ട് ആ ഒരു അതെ, പൊട്ടൻഷ്യൽ നജസ് ബെയറേഴ്സ് ആണ് കാഫിറുകൾ. അതെ. അപ്പം പക്ഷെ എന്നാല് അതാണോ കാരണം? അതല്ല കാരണം ഇവർ തന്നെ മതബായിട്ടുള്ള മാലിക്കി മതബിൽ വേണമെങ്കിൽ പട്ടിനെ തിന്ന, പട്ടി ഒരു തിന്നബിൾ ആയിട്ടാണ് അവർക്ക്. പക്ഷെ ഒരു മാലിക്കി മതബുകാരന്റെ വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കണേന് കറാത്തുണ്ടോ? അതില്ല.
അത് കാഫിറിന് മാത്രമുള്ള ഇതാണ്. അപ്പോൾ പക്ഷേ മൂല്യർ പറഞ്ഞു കൊടുത്ത് പാളി. എന്നാലും നോക്കാം, ബാക്കി നോക്കാം നമുക്ക്. അത് പരിഗണിച്ചുകൊണ്ടാണ് എന്ന രൂപത്തിൽ പറയേണ്ടി വരും. അതെ, അത് പരിഗണിച്ചുകൊണ്ടാണെന്നുള്ള രൂപത്തിൽ നമുക്ക് പറയാം. എന്നൊക്കെ പക്ഷെ പറയല്ലേ അതല്ല എന്നുള്ള നമ്മള്. മൂല്യർക്ക് തന്നെ അറിയാം. കാരണം മൂല്യർ ഓതുന്ന കിതാബിലുണ്ടല്ലോ, മൂല്യർ ഷാഫിയാണല്ലോ. ഷാഫിയാക്കളെ പെട്ട മാവർദിന്റെ കിതാബ് തന്നെ പറഞ്ഞാണല്ലോ മാലിക്കയ്ക്ക് പട്ടി പറ്റും എന്നുള്ളത്. അതേപോലെ കുർത്തുബി തഫ്സീർ ബല ദർസിലുള്ള തഫ്സീറ, കുർത്തുബി വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് മാലിക്കയ്ക്ക് പട്ടി തിന്നാന്നുള്ളത്. അപ്പൊ അത് മൂല്യർക്ക് അറിയാം. തോതാതെ ഇയാളെ മൂല്യരാവില്ല. അപ്പൊ എന്ന രൂപത്തിൽ പറയേണ്ടി വരും. അപ്പൊ മസല മാറ്റാൻ പറ്റില്ലല്ലോ. അതെ. പക്ഷെ അതന്നെ എന്നിട്ടും അത് നിഷിദ്ധമാക്കിയിട്ടില്ല എന്നല്ലേ. ലായഹറുമൂന്ന് ഓർത്തല്ലേ യുക്രഹു എന്നുള്ളതിന്. മുത്തുമുമിനിങ്ങളോട് പറയുമ്പോൾ ചെയ്യരുത്, അത് ഇസ്ലാം വിലക്കിയിട്ടുണ്ട്, നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്, അത് ശരിയല്ല എന്ന രൂപത്തിലും പിന്നെ പബ്ലിക് പറയുമ്പോൾ അത് നിഷിദ്ധമല്ല, അത് ഹറാമല്ല, പക്ഷെ ഇങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും അങ്ങനെ ഉണ്ടായതുകൊണ്ടാണ് അത് എന്തല്ല അത്ര തൃപ്തികരമല്ല എന്ന് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ പോലെ പോരെ. അത് ഈ ഒരുമാതിരി മറ്റൊരു പരിപാടിയായി പോയി. അങ്ങനെ പറഞ്ഞാൽ പോരെ.